നമസ്കാരം. മഹാത്മാഗാന്ധി ജനിച്ചത് 1869 ഒക്ടോബർ 2 ആയിരുന്നില്ല. മഹാത്മാവിൻ്റെ ജനനം അഹമ്മദാബാദിലെ പോർബന്തറിലും ആയിരുന്നില്ല. മറിച്ച് 1893 സൗത്ത് ആഫ്രിക്കയിൽ വെച്ചായിരുന്നു. മോഹൻദാസ് കരംചന്ദ് എന്ന വ്യക്തി മഹാത്മാഗാന്ധി ആയുള്ള രൂപമാറ്റം ആരംഭിക്കുന്നത്. ഡർബനിൽ നിന്നും പ്രിട്ടോറിയത്തിലേക്കുള്ള ഒരു ട്രെയിൻ യാത്ര മധ്യേ പിറേറ്റമാരിസ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു വെള്ളക്കാരൻ പരാതി ഉന്നയിക്കുകയാണ്. തൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ ഒരു കറുത്തവൻ യാത്ര ചെയ്യുന്നു. TTR വരുന്നു. ഗാന്ധിയോട് കമ്പാർട്ട്മെൻറ്റ് മാറാൻ ആവശ്യപ്പെടുന്നു. ഗാന്ധി വിസമ്മതിക്കുന്നു. കാരണം ഗാന്ധിയുടെ കയ്യിലും ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് തന്നെയാണുള്ളത്. മാറാൻ കൂട്ടാക്കാതിരുന്ന ഗാന്ധിയെ പോലീസ് വന്ന് ബലപ്രയോഗത്തിലൂടെ പുറത്താക്കുന്നു. അന്ന് ഒരു തണുത്ത രാത്രിയിൽ പിറേറ്റമാരിസ്ബർഗ് റെയിൽവേ സ്റ്റേഷനിലിരുന്ന് ഗാന്ധി ചിന്തിച്ചു, നിറത്തിൻ്റെ പേരിൽ മനുഷ്യൻ വേർതിരിക്കപ്പെടുന്നതിൽ എന്തടിസ്ഥാനമാണുള്ളത്? ഈ വ്യവസ്ഥ മാറ്റാനായി താൻ സ്വയം ശ്രമിക്കും. അതിനുവേണ്ടി മരിക്കാനും തയ്യാറാണ്. മറ്റേതൊരു ട്രെയിൻ യാത്രക്കാരനെയും പോലെ ഗാന്ധിക്കും അന്ന് ആ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വെച്ച് അടുത്ത ട്രെയിൻ പിടിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താമായിരുന്നു. ഇത്രയും ഉറച്ച ഒരു തീരുമാനമെടുക്കാൻ ഗാന്ധിയെ പ്രാപ്തനാക്കിയത് അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയാണ്. സത്യത്തോടുള്ള അടങ്ങാത്ത വിശ്വാസമാണ്. ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേട്ടെഴുത്തിന് അടുത്തിരിക്കുന്ന കൂട്ടുകാരൻ്റെ ആൻസർ നോക്കി എഴുതാൻ ടീച്ചർ ആവശ്യപ്പെട്ടിട്ട് പോലും കൂട്ടാക്കാതിരുന്ന ഗാന്ധിയുടെ കഥ. ഇന്ത്യയിലും വിദേശത്തുമൊക്കെ അതിപ്രശസ്തമായി തീർന്ന ഒരു ചിത്രത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. കണ്ണൂർ ചെമ്പന്തൊട്ടി സ്വദേശിയായ എബി എൻ ജോസഫാണ് ചിത്രകാരൻ. ഗാന്ധിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന ഗ്രന്ഥത്തിൽ നിന്നും എടുത്ത ഒരു പ്രത്യേക ഭാഗമാണ് ഈ ചിത്രത്തിന് അടിസ്ഥാനം. കൗമാരകാലത്ത് ഗാന്ധി ഒരു മോഷണം നടത്തുകയും പുകയില ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യങ്ങൾ അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. നേരിട്ടിവയൊന്നും പിതാവിനോട് പറയാൻ ശക്തിയില്ലാത്തതിനാൽ താൻ ചെയ്ത എല്ലാ തെറ്റുകളും ഒരു കടലാസിൽ എഴുതി അത് തൻ്റെ അസുഖബാധിതനായ പിതാവിന് കൈമാറുന്നു. താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം ശിക്ഷയ്ക്ക് തയ്യാറാണെന്നും ഗാന്ധി പിതാവിന് കൈമാറിയ കടലാസിൽ എഴുതിയിരുന്നു. പിതാവ് ആ കുറിപ്പ് വായിച്ചു. കണ്ണീരോടെ അത് മടക്കി. ഒരു വാക്കും പറഞ്ഞില്ല. പിതാവിൻ്റെ ഈ നിശബ്ദ ക്ഷമ ഗാന്ധിയെ ആഴത്തിൽ സ്പർശിച്ചു. പൈൽസ് രോഗബാധിതനായ പിതാവ് ഉപ്പിട്ട ചൂടുവെള്ളത്തിന് മുകളിൽ ഇരുന്ന് കൗമാരക്കാരനായ ഗാന്ധിയുടെ എഴുത്ത് വായിക്കുന്നതാണ് ചിത്രം. നേരിട്ട് പിതാവിന് മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ ശക്തിയില്ലാതെ മറ്റൊരു മുറിയുടെ മറവിലൂടെ പിതാവിൻ്റെ ഭാവമാറ്റങ്ങൾ വായിച്ചെടുക്കുന്ന ഗാന്ധിയെയും ചിത്രത്തിൽ കാണാം. ചിത്രകാരൻ എബി എൻ ജോസഫിനെയും ഈ ചിത്രത്തിൻ്റെ കൂടെ തന്നെ കാണാം. സത്യത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം. ഞാൻ ചിന്തിക്കുന്നു, പിൽക്കാലത്ത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന വ്യക്തി തൻ്റെ ആശയങ്ങൾക്ക് വേണ്ടി, തൻ്റെ ശരികൾക്ക് വേണ്ടി സ്വന്തം ജീവനെപ്പോലും തൃണവദ്ഗണിച്ച് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾക്കെല്ലാം അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയായിരുന്നു മുതൽക്കൂട്ടെന്ന്. നാം കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം നാം തന്നെയാകുക. നന്ദി, നമസ്കാരം.